കൺഗ്രാജുലേഷൻസ് മാലു സിസ്റ്റർ. താങ്ക് യു സിസ്റ്റർ. മാലു സിസ്റ്റർ കാർമൽ കോളേജ് ഓട്ടോണമസ് മാളയിൽ 2016 പാസ് ഔട്ട് ബാച്ചാണ്. ഞങ്ങളുടെ ഓൾഡ് സ്റ്റുഡൻ്റാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യോളജിയിലെ എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി ചെയ്യാറുള്ള ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഈ ഒരു ബിനാലയിൽ പങ്കെടുക്കാനായിട്ട് സിസ്റ്ററിന് അവസരം ലഭിച്ചതിൽ ദൈവത്തിന് നന്ദി പറയാണ്. ഈ കലാസൃഷ്ടികൾ കാണുമ്പോൾ മനസ്സിൽ ഭയങ്കര അത്ഭുതമാണ്, അതുപോലെ സന്തോഷമാണ്, അതുപോലെ തന്നെ അഭിമാനമാണ്. പഠിക്കുന്ന കാലത്ത് തന്നെ സിസ്റ്റർ അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഡിപ്പാർട്ട്മെൻറ്റിലും കോളേജിലും ഏറ്റവും നന്നായിട്ട് സൃഷ്ടിപരമായ രീതിയിൽ പങ്കെടുക്കാറുണ്ട്. കലാപരമായിട്ട് നമ്മൾക്കിപ്പോൾ എക്സിബിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സിസ്റ്റർ അതിൽ ഏറ്റവും നന്നായിട്ട് തന്നെ ഇൻവോൾവ് ചെയ്തിരുന്നത് എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഈ സാമൂഹിക ശാസ്ത്രം സോഷ്യോളജി പഠിച്ചതുകൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കും സമൂഹവുമായി ബന്ധപ്പെട്ട വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്നവരുടെ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്നവരുടെ മനസ്സിൽ ദുഃഖം അനുഭവിക്കുന്നവരുടെ തങ്ങളുടെ കടമകൾ പൂർണ്ണമായി നിർവഹിച്ചു കഴിഞ്ഞവരുടെ വിശ്രമാവസ്ഥയിലായിരിക്കുന്നവരുടെ അല്ലെങ്കിൽ മരണത്തിനോട് അടുത്തിരിക്കുന്നവരുടെ ജീവിത സായാജ്ഞത്തിലായിരിക്കുന്നവരുടെ അവരുടെയൊക്കെ പ്രതീകങ്ങളൂടെ കാണുമ്പോൾ ജീവിതഗന്ധിയായ രീതിയിൽ അല്ലെങ്കിൽ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ ജീവിത യാഥാർത്ഥ്യങ്ങളെ കലാപരമായ രീതിയിൽ വളരെ നന്നായിട്ട് അവതരിപ്പിക്കാനായിട്ട് സിസ്റ്ററിന് സാധിച്ചിട്ടുണ്ട്. അതിവിടുത്തെ ഓരോ വർക്കിൽ കാണുമ്പോൾ നമുക്കത് അതിൻ്റെ ആ ഒരു അനുഭൂതിയിലേക്ക് ആഴമായ അർത്ഥത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിൽ നല്ല സന്തോഷമുണ്ട്. സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ പ്രത്യേകിച്ച് ഒറ്റപ്പെടുന്നവരുടെയും അല്ലെങ്കിൽ മനസ്സിൽ വളരെയധികം സങ്കീർണതകൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ മനസ്സുകൊണ്ട് തങ്ങളുടെ കടമകൾ ചെയ്തതിന് ശേഷം വാർദ്ധക്യത്തിലും വിശ്രമാവസ്ഥയിലും ആയിരിക്കുന്നവരുടെ അവസ്ഥകൾ കൂടുതലായിട്ട് ഈ ഓരോന്നിലും തന്നെ പ്രതിബിംബിക്കുന്നുണ്ട്. അപ്പോൾ ഈ വർക്കുകൾ കാണാനും ഇവിടെ ആയിരിക്കാനും സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി കലാലയത്തിൻ്റെ പേരിലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യോളജിയുടെ പേരിലും നമ്മുടെ സ്വന്തം പേരിലും എല്ലാ കുട്ടികളുടെയും അധ്യാപകരുടെയും പേരിൽ ഒരിക്കൽ കൂടി സന്തോഷവും അഭിനന്ദനവും അറിയിച്ചോളും. താങ്ക് യു. കൺഗ്രാജുലേഷൻ. താങ്ക് യു മിസ്റ്റർ. ഇപ്പോൾ നമുക്ക് ഇന്ന് വളരെ സന്തോഷമുള്ളൊരു സമയങ്ങളാണ് ഇപ്പോൾ എന്നൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ സിസ്റ്റർ പഠിച്ച ഒരു കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. നമുക്ക് ഒത്തിരി എക്സിബിഷൻസ് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ട് കോളേജിൽ. അപ്പോൾ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ആയിരുന്നുകൊണ്ട് തന്നെ സിസ്റ്റർ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അന്നും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുറേ വർക്കുകൾ കുറേ സൃഷ്ടികൾ സിസ്റ്റർ കുട്ടികൾ സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ നിരവധി കാര്യങ്ങൾ അന്നും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഈ പറയുന്ന കലയുടെ ഒരു ടച്ച് അന്നേ ഉണ്ട്. ചെറിയൊരു കാര്യത്തിന് ഞങ്ങൾ അത് കുഴപ്പമില്ലാതെ പറഞ്ഞാൽ കൂടി സിസ്റ്റർ അതിലേറ്റവും മാക്സിമം നല്ല പെർഫെക്ഷനോടുകൂടി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അന്നും സിസ്റ്ററിന് ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അധ്യാപകരും വിദ്യാർത്ഥികളും വളരെയധികം സന്തോഷിക്കുന്നു. ഇത്തരം ഒരു വലിയൊരു പൊസിഷനിലേക്ക് എത്തുക അല്ലെങ്കിൽ ഈ ബിനാലയുടെ ഭാഗമാകുക എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ സിസ്റ്ററിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും. ഇനിയും സിസ്റ്ററിൻ്റെ കല ഉയരങ്ങളിലേക്ക് എത്തട്ടെ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യം വിട്ട് പുറത്തേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. സിസ്റ്ററിൻ്റെ ഒരുപാട് ചിത്രങ്ങളും ശില്പങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. ഇതിൽ ഏതെങ്കിലും ഒരു ശില്പത്തെക്കുറിച്ച് സിസ്റ്റർ ഒന്ന് വിശദീകരിക്കാമോ? ഈ ശില്പത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഇത് ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ടിന് ചെയ്തതാണ്. അപ്പോൾ അത് അവൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എപ്പോഴും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും ഓരോന്നിനും. അപ്പോൾ എൻ്റെ മനസ്സിൽ അവനെ കാണുമ്പോൾ അവൻ്റെ തലമുടിയും തലയൊക്കെ ക്വസ്റ്റ്യനായിട്ട് തോന്നാറ്. അപ്പോൾ ഞാനതിങ്ങനെ ഒരു സ്കൾപ്ചർ രൂപത്തിലേക്ക് ആക്കിയപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ മുകളിൽ കാണുന്നത് ഒരു ക്ലേയിൽ ഞാനത് ക്വസ്റ്റ്യൻ മാർക്കാക്കി വെച്ചതാണ്. പിന്നെ ആളുടെ ഒരു പ്രത്യേകത ആളിങ്ങനെ ചെവി കേൾക്കുന്നതിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ അത് ആളുടെ ഒരു ജീവിതത്തിന് മൊത്തത്തിൽ നോക്കുമ്പോൾ ചെവിക്ക് ഭയങ്കര പ്രാധാന്യമുള്ള പോലെ എനിക്ക് തോന്നി. അതാണ് നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ ആ ചെവിനെയാണ് ആദ്യം കാണുന്നത്. അപ്പം അതുകൊണ്ട് ആ ഒരു ആശയമൊക്കെ എനിക്ക് വന്നത്. പിന്നെ ആളുടെ ഒരു നേച്ചറും ഒരു ക്യാരക്ടറിൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയും അങ്ങനെയൊക്കെയാണ് ഞാൻ അതൊരു വർക്ക്. റോസ്മിൻ്റെ ഓരോ വർക്കുകളിലും അങ്ങനെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടെടുത്തോളം എല്ലാത്തിലും എന്തെങ്കിലും ഒരു കാര്യം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഓരോരുത്തരും പഠിക്കുമ്പോൾ വ്യത്യസ്തരാണല്ലോ ഓരോരുത്തരും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നന്മകളാണ് ദൈവം കൊടുത്തേക്കണം. അപ്പോൾ അത് ആ ഒരു ആളുടെ ഒരു മെയിനായിട്ടുള്ളൊരു സാധനം ഉണ്ടാവും. അത് ഞാൻ ഇങ്ങനെ പിക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കും. അതിങ്ങനെ
വരച്ച് വരച്ച് അത് കിട്ടുള്ളൂ. പക്ഷെ എനിക്കത് ഭയങ്കര ആഗ്രഹമാണ് അറിയാനും അത് കൊണ്ടുവരാനൊക്കെ. മനസ്സിൽ സ്വന്തമായിട്ട് രൂപപ്പെടുത്തിയിരിക്കുന്ന ചിത്രങ്ങളോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വ്യക്തികളെയാണ് അല്ലേ? ഇപ്പോൾ കൂടുതലും വ്യക്തികളോടും അങ്ങനെ കൂടുതലും സ്റ്റഡി ചെയ്ത് അങ്ങനെ അനാട്ടമി കാര്യങ്ങളും അങ്ങനെ പഠിച്ച് ക്യാരക്ടറിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം എന്നാണ് കൂടുതലും ആഗ്രഹം. റിയൽ ലൈഫിലുള്ള കാര്യങ്ങളാണ് കൂടുതലും അങ്ങനെ പഠിച്ച് ചെയ്ത്. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് അതിൻ്റെ ഒരു സ്റ്റഡി നന്നായിട്ട് നടത്താൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് കൂടുതലും ചെയ്യാനിപ്പോൾ താല്പര്യവും വർക്കുകൾ പോകുന്നതും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഒരു വ്യക്തിയെ പഠിച്ച് ആ വ്യക്തിയുടെ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് ആ വർക്ക് ചെയ്ത് നമ്മൾ ആ വ്യക്തിയെ കാണിക്കുമ്പോൾ അവരുടെ ഒരു റിയാക്ഷൻ എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരിക്കും അല്ലേ? എന്താണ് അവരെന്താണ് അതിനോട് എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യുന്നത്? തുടക്കത്തിൽ ഞാൻ കോൺവെൻറ്റിൽ അവധിക്കൊക്കെ വരുമ്പോൾ ഞാൻ ഓരോരുത്തരെ വരയ്ക്കാറുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ വരയ്ക്കും. അപ്പോൾ ഓരോരുത്തരെ വരച്ച് കാണിക്കുമ്പോൾ ഓരോരുത്തരെ എൻ്റെ ചോദിച്ചു ഇതൊന്നും ഞാനല്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ എനിക്കും വിഷമം വന്നു. ഞാൻ ചോദിച്ചു ദൈവം ഇതെന്ത് ഞാൻ ഇങ്ങനെ വരയ്ക്കണേ, പക്ഷെ എനിക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റണുള്ളൂ. അത് കഴിഞ്ഞ് വീണ്ടും ഞാനിങ്ങനെ ഓരോന്നും വീണ്ടും വരച്ച് വീണ്ടും ഞാൻ ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ എൻ്റെ ഭാഷയ്ക്ക് ഞാനൊരു കലാപരമായൊരു ഭാഷ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് അത് അംഗീകരിക്കപ്പെട്ടു എന്ന് തോന്നിയത് ഞാൻ കോളേജിലൊരു എക്സിബിഷൻ നടത്തിയപ്പോഴാണ്. അവസാന വർഷം എക്സിബിഷൻ നടത്തി കഴിഞ്ഞപ്പോൾ ഞാൻ എഴുതിയ കാര്യങ്ങളും ഞാൻ ചെയ്ത കാര്യങ്ങളും മറ്റുള്ളവർ വായിക്കാൻ തുടങ്ങി. എന്നുവെച്ചാൽ അവരതിനെ അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്താൻ തുടങ്ങി. അപ്പം എനിക്ക് മനസ്സിലായി എന്നിലൂടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന്. ഈ കുട്ടിക്ക് അറിയോ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന കാര്യം? അത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. അപ്പോൾ അവരവരുടെ ജീവിതത്തിൽ തന്നെ നോക്കി കാണുന്നത് ചിലപ്പോൾ എൻ്റെ ഈ ചിത്രങ്ങളിലും ഈ സ്കൾപ്ചറിലൊക്കെ ആയിരിക്കും. അവരവരുടെ ജീവിതത്തിലെ ഒരു പ്രത്യേകതയെ മനസ്സിലാക്കണതും എന്നിലൂടെ ആയിരിക്കും ചിലപ്പോൾ. റോസ്വിനെ കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? എൻ്റെ ഞാൻ ചെയ്യണ പോലെ ചെയ്തിട്ടില്ല. പക്ഷെ മറ്റുള്ളവർ വരയ്ക്കുമ്പോഴും ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ഒരു ആശയത്തിനെ കൂടുതലും എടുക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്. അതെനിക്ക് സഹായകമായിട്ടുണ്ട്. ഈ കുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ സിസ്റ്ററിന്റെ ജീവിതത്തിൽ അങ്ങനെ ഏറ്റവും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നത് എന്തൊരു ഭാവമാണ്, അത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനിങ്ങനെ സ്കൾപ്ചറൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പ്രത്യേകത എല്ലാത്തിലും വരും. എല്ലാ സ്കൾപ്ചറിലും ഒരു പ്രത്യേകത ഉണ്ടാവും. അപ്പോൾ എൻ്റെ സ്കൾപ്ചറുകളുടെ പ്രത്യേകതയാണ് വാ തുറന്നിരിക്കുക എന്നുള്ളത്. അപ്പോൾ ടോക്കറ്റീവായി അപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ എല്ലാ മിക്ക സ്കൾച്ചറിൻ്റെയും പ്രത്യേകത വാ തുറന്നിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തൊരു വർക്കിൻ്റെ ഒരു അപ്പോൾ ആ വ്യക്തിയും അങ്ങനെ തന്നെയായിരുന്നു, ഇങ്ങനെ നന്നായിട്ട് സംസാരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അതിങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞപ്പോൾ അവസാനം ഇങ്ങനെ വാ തുറന്നിരിക്കുന്ന എൻ്റെ ഒരു വലിയൊരു വർക്കാണത്. അവസാനം വാ തുറന്നിരിക്കുന്ന ഒരു സാധനമാണ് അതിൽ വന്നത്. അപ്പോൾ ഞാനതിനെ ഇങ്ങനെ കൂടുതലും മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിരുന്നു. ഈ ബിനാലെ എന്ന് പറയുന്നത് വളരെ ലോക പ്രശസ്തമായൊരു വേദിയാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു ചാൻസാണത്. അപ്പോൾ ഈ ബിനാലയിലേക്കുള്ളൊരു യാത്ര വളരെ ഒരു വലിയൊരു യാത്രയാണ് റോസ്വിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ രണ്ട് മാസത്തോളമായി ബിനാലെ വേദിയിൽ പങ്കെടുക്കുന്നു. ആളുകൾ വന്ന് കാണുന്നു, ഫീഡ്ബാക്സ് തരുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ അതിനൊക്കെ വെളിച്ചത്തിൽ എന്താണ് റോസ്വിൻ്റെ ഒരു അനുഭവം? ഈ 2 മാസം ബിനാലയിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നുന്നത്? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യമാണ് ബിനാലെ പോയി കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ബിനാലയ്ക്കൊന്നും കിട്ടുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ബിനാലയ്ക്ക് കിട്ടിയത് തന്നെ ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇങ്ങനെ ഒരു വലിയ ആർട്ടിസ്റ്റുമാരുടെ ഒപ്പം നമ്മൾ BFA പഠിച്ചു കഴിഞ്ഞ ഉടനടി നമുക്കങ്ങനെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ. പിന്നെ പങ്കെടുത്തതിന് ശേഷം അതിൽ കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം വിദേശീയരൊക്കെ എൻ്റെ വർക്ക് വന്ന് കണ്ടപ്പോൾ കൂടുതലും അവരുടെ ജീവിതമായിട്ടും അവരുടെ ആശയങ്ങളായിട്ടും ഭയങ്കരമായിട്ട് അവർ ആ വർക്കിനെ കാണാൻ തുടങ്ങി. സിസ്റ്റർ ചെയ്തതിനാൽ കൂടുതൽ ആശയങ്ങൾ അവരുടെ വാക്കുകളിൽ നിന്ന് കേൾക്കാൻ അങ്ങനത്തെ അനുഭവം നമ്മളിപ്പോൾ ഒരു ആശയത്തിനെ പ്രതി അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ നമ്മുടെ ഒരു കാര്യങ്ങളാണ് ചെയ്തേക്കണത് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ സോഷ്യലായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അവർ പറഞ്ഞപ്പോൾ അതിലും അപ്പുറത്തേക്ക് കടന്ന പോലെ എനിക്ക് തോന്നിയാണ് എൻ്റെ വർക്കുകൾ. കാരണം ഞാൻ പറഞ്ഞ പോലെ ആ ഭാഷേനെ ലോകം മുഴുവനും അംഗീകരിച്ചു, അവർക്കത് മനസ്സിലായി തുടങ്ങി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയത്. പിന്നെ ബിനാലെ പങ്കെടുത്തതിന് ശേഷം ഇപ്പം മറ്റ് എക്സിബിഷനും കാര്യങ്ങൾക്കൊക്കെ അവർ ക്ഷണിക്കുന്നുണ്ട്, വർക്കുകൾ വെക്കാനും കാര്യങ്ങൾക്കൊക്കെ. ഒരുപാട് കമൻസ് ഒക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം മനസ്സിനെ ഒരുപാട് സ്പർശിച്ച ഒരു ഫീഡ്ബാക്ക് ഒന്ന് പറയാമോ? അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വിദേശീയർ വന്നു കഴിഞ്ഞപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഒരു സാറ് പറഞ്ഞത് ഇങ്ങനെ നിനക്ക് 2 ഗുണങ്ങളാണ് ഉള്ളത്.
നീ ഒരു ആർട്ടിസ്റ്റാണ്, പ്ലസ് നീ ഒരു സിസ്റ്ററാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഒരു പ്രചോദനമായിരുന്നു. അപ്പോൾ ആൾ പറയണത് അത് രണ്ടും ഉള്ളത് കൊണ്ടാണ് നിൻ്റെ വർക്കുകൾ ബിനാലെ തന്നെ ഭയങ്കര വ്യത്യസ്തത ഫീൽ ചെയ്യണേ, ഞങ്ങൾ ഇങ്ങനത്തെ ഒരു വർക്ക് കണ്ടിട്ടില്ല എന്നാണ് അവർ പറയണേ. ബിനാലയിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ സിസ്റ്ററാണല്ലേ? ബിനാലെ പങ്കെടുക്കുന്ന ആദ്യത്തെ സിസ്റ്ററാണ്, കേരളത്തിൽ ശില്പകല പഠിക്കണ ആദ്യത്തെ സിസ്റ്ററും കൂടിയാണ്. അതിനങ്ങനെ ഒരു പ്രത്യേകതയും കൂടി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു വ്യത്യസ്തമായ സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു സിസ്റ്റർ എന്ന് പറയുമ്പോൾ സിസ്റ്റേഴ്സ് എല്ലാം പല പല ഫീൽഡുകളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രത്യേകമായ കലയുടെ രംഗത്തിലേക്ക് കടന്നു വന്നപ്പോൾ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള സിസ്റ്റേഴ്സിൻ്റെ ഒരു സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? നിങ്ങളുടെ സുപ്പീരിയേഴ്സിൻ്റെയും അവരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എനിക്കിങ്ങനെ ആയിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എൻ്റെ കമ്മ്യൂണിറ്റിയിലാണ്. കമ്മ്യൂണിറ്റി ലൈഫാണ് കൂടുതലും എൻ്റെ സഹോദരങ്ങളായിട്ടുള്ളൊരു ബന്ധവും സ്നേഹമൊക്കെ. അപ്പോൾ എനിക്ക് ബിനാലെ പങ്കെടുത്ത് ഞാൻ മാത്രമാണ് ഇങ്ങനെ അറിയപ്പെട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ പിന്നിൽ എൻ്റെ കൂടുതലും എൻ്റെ സഹോദര സിസ്റ്റേഴ്സാണ് കൂടുതലും എന്നെ സഹായിച്ചിട്ടുള്ളത്. ബിനാലയ്ക്കാണെങ്കിലും എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്യാനും കാര്യങ്ങളും രാത്രിയും പകലില്ലാത്തതുകൊണ്ടാണ് അവർ ഓരോരുത്തരും സഹായിച്ചേക്കുന്നത്. പിന്നെ എനിക്ക് വരയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ അമ്മമാർ കൂടുതലും എനിക്ക് ഇരുന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്ത് പറഞ്ഞാലും അവരെനിക്ക് ഭയങ്കരമായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രൊവിൻഷ്യാളമ്മ, സിസ്റ്റർ മരിയാൻഡോ, കൗൺസിലർ സിസ്റ്റേഴ്സ് എല്ലാവരും എന്നെ അത്രയും സപ്പോർട്ട് ചെയ്താണ് ഈ ബിനാലയ്ക്കും എല്ലാ വർക്ക് ചെയ്യാനും സാധനങ്ങൾ വാങ്ങാനും കാര്യങ്ങൾക്കൊക്കെ എന്നെ സഹായിച്ചിട്ടുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ അന്ന് തുടക്കത്തിൽ പറഞ്ഞപ്പോൾ ഇങ്ങനെ വരച്ചപ്പോഴൊക്കെ അവർക്ക് സിസ്റ്റേഴ്സിനൊന്നും മനസ്സിലാക്കാൻ പറ്റണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ബിനാല കഴിഞ്ഞപ്പോൾ സിസ്റ്റേഴ്സ് തന്നെ എൻ്റെ അടുത്ത് വന്നുകൊണ്ട് പറയും, നീ ഞങ്ങളെ ഒന്ന് വരയ്ക്കാമോ, ഞങ്ങളെക്കുറിച്ച് അറിയണം എന്നും പറഞ്ഞുകൊണ്ട് ചിലവർ എൻ്റെ അടുത്ത് വന്ന് എന്നെ കൊണ്ട് വരപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരത് മനസ്സിലാക്കിയിട്ട് അവരത് വായിച്ചെടുക്കുമ്പോൾ അവരുടെ ജീവിതങ്ങളെ എവിടേക്കോ സ്പർശിക്കേണ്ടത് അതെനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ 1-2 പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, മറ്റുള്ളവർ ഇപ്പോഴാണ് ഞങ്ങൾ നിൻ്റെ കലയെ കൂടുതലും ശ്രദ്ധിച്ചത്, അതാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കൂടുതലും മനസ്സിലാക്കാൻ പറ്റണേന്ന് പറഞ്ഞു. അതെന്നെ സംബന്ധിച്ച് അതിൽ കൂടുതലൊരു വിജയമാണ്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഒരു ടൈറ്റിൽ കിട്ടിയേക്കാണ് ഇപ്പോൾ സിസ്റ്റർ റോസ്വിൻ ആർട്ടിസ്റ്റ്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റിലേക്കുള്ളൊരു യാത്രയുണ്ട്. ഒരു മാലു ജോയ് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ സിസ്റ്റർ റോസ്വിൻ എന്ന ഒരു ബിനാലയിൽ എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഒന്ന് സ്വയം ഒന്ന് നിർവചിക്കാനായിട്ട് ഞാൻ ചോദിച്ചാൽ സിസ്റ്റർ റോസ്വിൻ എങ്ങനെയായിരിക്കും ഒന്ന് നിർവചിക്കുക? ഞാൻ മാലു ജോയ് എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ വരുമ്പോൾ ഒരു കളി ചിരി ഇതൊക്കെ മാത്രമുള്ള ഒരാളായിട്ടാണ് എനിക്കും അങ്ങനെയായിട്ട് തോന്നിയിട്ടുള്ളത്. ഞങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ആ കളിച്ച് ചിരിച്ച് നടക്കുന്ന സിസ്റ്റർ റോസ്വിൻ തന്നെയാണ്. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് പറയാറ്. പക്ഷെ എന്നാലും പിന്നീട് ഞാൻ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും ചെയ്യുമ്പോഴൊക്കെ ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ വരുമ്പോഴും ഓരോന്നിനെ നോക്കി കാണുന്നതിന് ഭയങ്കര വ്യത്യസ്തതയുണ്ട്. അതിൻ്റെ ഒരു ആശയം അതിൻ്റെ ഉള്ളിൽ എന്താണ്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് അതുമായിട്ടുള്ളൊരു ബന്ധം, അവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു സാധനമൊക്കെ എൻ്റെ മനസ്സിൽ വരും. അപ്പോൾ അതിനെ ഒരു കലാകാരി എന്നുള്ള നിലയിൽ നമ്മളൊരു ആർട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ പൊതുസമൂഹത്തിന് നമ്മുടെ കൂടെയുള്ളവർക്ക് എങ്ങനെ ഉപകാരപ്രദമാക്കാം, അല്ലെങ്കിൽ അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കൂടുതലും ശ്രമിക്കാറ്. ഞാൻ എന്തുമാത്രം ഫ്രീഡം അനുഭവിക്കേണ്ട ഈ കലയിലൂടെ എന്നുള്ളത് എൻ്റെ കൂടെയുള്ള സഹോദരങ്ങൾക്കും മറ്റുള്ളവർക്കും അത് അനുഭവിക്കാനുള്ളൊരു വേദി പകർന്നു കൊടുക്കുക, അല്ലെങ്കിൽ അവരെയും കൂടി പഠിപ്പിക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. സന്തോഷം അവരും കൂടി എക്സ്പീരിയൻസ് ചെയ്യണം. പ്രത്യേകിച്ച് ഞാനൊരു സന്യാസിനി ആയത് ആണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പ്ലസ് ഞാനൊരു ആർട്ടിസ്റ്റുമായതാണ്, അതും എൻ്റെ സന്തോഷം തന്നെയാണ്. സിസ്റ്ററിൻ്റെ വാക്കുകൾ തന്നെ സിസ്റ്റർ പറഞ്ഞു, കല എന്ന് പറയുന്നത് പരിശുദ്ധമായ ഹൃദയത്തിൽ നിന്ന് മാത്രമാണ് അത് ഏറ്റവും മനോഹരമായിട്ട് പ്രകടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും സിസ്റ്ററിനെ കണ്ട സമയം മുതൽ സിസ്റ്റർ തെരേസ ആരംഭം മുതൽ അവസാനം വരെ സിസ്റ്റർ പ്ലസന്റ് ഫേസ് ആയിരുന്നു. ഒരു സിംപ്ലിസിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയായിരുന്നു. അപ്പോൾ ഈ സമയമൊക്കെ ഞങ്ങളത് അനുഭവിക്കുകയായിരുന്നു. ആ ക്രിസ്തുവിൻ്റെ സ്നേഹം സിസ്റ്ററിൻ്റെ കൈകളിലൂടെയും വാക്കുകളിലൂടെയൊക്കെ ഞങ്ങൾ ഈ സമയത്തിന് അനുഭവിക്കുകയായിരുന്നു. അപ്പോൾ സിസ്റ്ററിന് ഒത്തിരി നന്ദി പറയുന്നു. റോസ്വിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട്. ഇനിയും റോസ്വിൻ ഉയരങ്ങളിൽ എത്താനാകട്ടെ. റോസ്വിൻ്റെ ചിത്രകലകളും ശില്പകലകളും ഇനി ഒരുപാട് വേദികളിൽ പ്രദർശിപ്പിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ഓൾ ദി ബെസ്റ്റ്.